എല്ലാവർക്കും നമസ്കാരം. ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. 24 നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം വരാനുണ്ട്, കേരള ബാങ്കിൽ ക്ലർക്ക് ക്യാഷ്യർ എക്സാം വരാനുണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാമുകളും വരാനുണ്ട്. ബികോം കോർപ്പറേഷൻ, JDC, HDC കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു വർഷമാണ് ഈ 2024. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ജനുവരിയിൽ നടന്ന ക്ലർക്ക് ക്യാഷ്യർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നോക്കൂ, ആദ്യം നമുക്കറിയാലോ ഒരു ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും പാറ്റേൺ. ഇംഗ്ലീഷ് 20 ചോദ്യം, GK 20 ചോദ്യം, മാത്സ് 20 ചോദ്യം, കോർപ്പറേഷനിൽ നിന്ന് 25, ലോയിൽ നിന്ന് 25, ബാങ്കിങ് 25, അക്കൗണ്ടിങ് 25, ഇങ്ങനെ 160 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതിൽ ആദ്യത്തെ ഇംഗ്ലീഷിന്റെ ഭാഗം നോക്കാം. നമുക്കറിയാം നമ്മുടെ എക്സാമിന് എപ്പോഴും ടെൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിളിന്റെ ഭാഗത്ത് ചോദ്യം വരും, പ്രിപ്പോസിഷൻ വരും, വൊക്കാബുലറി വരും. വൊക്കാബുലറിയിൽ തന്നെ വലിയ അധികം ടഫായിട്ടുള്ളതൊന്നും നമ്മളോട് ചോദിക്കാറില്ല. നമ്മളോട് ഏതാണ് ചോദിക്കാറുള്ളത്? വൊക്കാബുലറിയിൽ ആന്റോണിം, സിനോണിം, വൺ വേർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പൊതുവെ ചോദിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ആർട്ടിക്കിളിന്റെ ഭാഗത്തു നിന്നാണ്. എപ്പോഴും ചോദ്യം വരുമ്പോൾ 2 ചോദ്യമായിരിക്കും ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവുക കേട്ടോ. നോക്കൂ, സീത ഈസ് ഡാഷ് മോസ്റ്റ് കറേജിയസ് ഗേൾ ഇൻ അവർ ക്ലാസ്. മോസ്റ്റ് എന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോഴും എന്തുപയോഗിക്കണം? ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഷീ ഈസ് ദ മോസ്റ്റ് കറേജിയസ് ഗേൾ. ഇവിടെ സീതയാണ്. സീത ഈസ് ദ മോസ്റ്റ് കറേജിയസ് ഗേൾ. ഹി ഈസ് ദ മോസ്റ്റ് പവർഫുൾ ബോയ്. യു ആർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഗേൾ ഇൻ മൈ ക്ലാസ്. ഓക്കെ, യു ആർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ബോയ്. You are the most powerful, most beautiful. Aishwarya Rai is the most beautiful woman. ഇങ്ങനെ നമ്മൾ ഏതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ പറയുമ്പോഴും അതിന് മുന്നിൽ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ദ ഹയസ്റ്റ്, ദ ടോളസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്. ഓക്കെ, ഐ ആം ദ ബിഗ്ഗസ്റ്റ്, ഐ ആം ദ ടോളസ്റ്റ്, ഐ ആം ദ സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, ഐ ആം ദ സ്ട്രോങ്ങസ്റ്റ് ഗേൾ ഇൻ മൈ ക്ലാസ് പറയാം. ഓക്കെ, ഐ ആം ദ ഓൾഡസ്റ്റ് ഗേൾ ഇൻ മൈ ക്ലാസ്, അങ്ങനെയും പറയാം. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ എപ്പോഴും എന്ത് വെക്കണം? ദാ വെക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു 2-3 ആർട്ടിക്കിളിന്റെ യൂസേജ് എന്തൊക്കെയാണ്? ഒരു സിംഗുലർ നൗണിന് മുന്നിൽ ദാ ഉപയോഗിക്കുന്നതോടുകൂടി അത് എന്താവുന്നു? അത് ആ ഗ്രൂപ്പിനെ മൊത്തമായും റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡാഷ് കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. എപ്പോഴും തരുന്ന ഒരു ചോദ്യമല്ലേ? ഡാഷ് കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. പശു ഒരു വളർത്തു മൃഗമാണ്. ഏതു പശു? എല്ലാ പശു. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാത്തിനെയും ഹോൾ ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചാൽ മതി? ഇവിടെ ദ ഉപയോഗിച്ചാൽ മതി. അതേപോലെ ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ്, ദ ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ, ദ എലിഫന്റ് ഈസ് അവർ ഹെറിറ്റേജ് ആനിമൽ. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പിനെ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് പറയുന്നു? ദ ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ നമ്മളോട് ഇതേപോലൊരു ചോദ്യം ചോദിച്ചു, ഡാഷ് കാൽക്കുലേറ്റർ ഈസ് യൂസ്ഫുൾ. ഓക്കെ, അപ്പൊ നോക്കൂ, കാൽക്കുലേറ്റർ ഉപകാരപ്രദമായ ഒന്നാണെന്നാണ്. അപ്പൊ നമ്മൾ ഇതേ നിയമം വെച്ച് ഇവിടെ കാൽക്കുലേറ്റർ എന്ന് എഴുതിയ തെറ്റിപ്പോവും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു നോൺ ലിവിങ് തിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, എ കാൽക്കുലേറ്റർ ഈസ് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ മതി. ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ദ ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു പത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മാസികയുടെ അല്ലെങ്കിൽ ഒരു ജേർണലിന്റെ ഒക്കെ പേരിന്റെ മുന്നിൽ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ഓക്കെ, ദ മലയാള മനോരമ, ദ ദീപിക ഇസ് ദ ഓൾഡസ്റ്റ്. ഓക്കെ, ദ ദീപിക ഇസ് ദ ഓൾഡസ്റ്റ് മലയാളം ഡെയിലി. ഇപ്പൊ നിലവിൽ പബ്ലിഷ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണ്? ദീപികയാണ്. ദ വീക്ക് നിങ്ങൾ മാഗസിൻ കേട്ടിട്ടുണ്ടാവും, ദ കോപ്പറേറ്റർ നിങ്ങൾ മാഗസിൻ കേട്ടിട്ടുണ്ടാവും. ദ ഉപയോഗിക്കണം. നദികളുടെ പേരിന്റെ മുന്നിൽ ദ ഉപയോഗിക്കണം. ദ ഗംഗ ഈസ് ദ ലോങ്സ്റ്റ് റിവർ, ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ, ദ പെരിയാർ ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. ഓക്കെ, അപ്പൊ നമ്മൾ ദ മഞ്ചേശ്വരം റിവർ ഈസ് ദ ഷോർട്ടസ്റ്റ് റിവർ ഇൻ കേരള. അപ്പൊ നമ്മൾ ഒരു നദിയുടെ പേരിന്റെ മുന്നിൽ എപ്പോഴും എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കേണ്ടാത്തതുമായത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു സ്കൂള്, ഒരു കോളേജ്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ, അതല്ല എങ്കിൽ ഒരു ചർച്ച്, അതുമല്ല എങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഇവയുടെ പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എവ്രി ഡേ ഹി ഗോസ് ടു സ്കൂൾ, എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ഓക്കെ, എവ്രി മൺഡേ ഷീ ഗോസ് ടു ടെമ്പിൾ, എല്ലാ തിങ്കളാഴ്ചകളും അമ്പലത്തിൽ പോകും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്?
ഹി ഗോസ് ടു ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഹിസ് ഡോക്ടർ. അവന് അസുഖം വന്നപ്പോൾ അവൻ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. ഇങ്ങനെ ഇവയുടെയൊക്കെ പ്രൈമറി പർപ്പസ് ആണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജോലി കിട്ടി ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റും വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നും വാങ്ങണ്ട, നിങ്ങളൊരു സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ടീച്ചറെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതെപ്പോഴും പോകുന്നത് പോലെയാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹി ഗോസ് ടു ദ സ്കൂൾ ടു മീറ്റ് ഹിസ് ടീച്ചർ. അവിടെ ദ സ്കൂളായി. ഇനി നമ്മുടെ അമ്മാവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നമ്മൾ അമ്മാവനെ കാണാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഓക്കെ, ഹി ഗോസ് ടു ദ ഹോസ്പിറ്റൽ ടു മീറ്റ് ഹിസ് അങ്കിൾ. അമ്മാവനെ കാണാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലല്ല പോകേണ്ട, അമ്മാവന്റെ വീട്ടിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കോ സ്കൂളിൽ പഠിക്കാൻ, അതേപോലെ തന്നെ ടെമ്പിളിൽ പ്രാർത്ഥനയ്ക്ക്, ഇങ്ങനെയൊക്കെ ഒരു പ്രൈമറി പർപ്പസ് ആണ് പോകുന്നതെങ്കിൽ അവിടെ ഒന്നും ഉപയോഗിക്കരുത് ആർട്ടിക്കിൾ. അല്ലെങ്കിൽ അവിടെ എന്തുപയോഗിക്കണം? ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറേ അധികം യൂസേജുകൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കൂ, സിലോൺ ഈസ് ഡാഷ് ഐലൻഡ്. ആൻ ഐലൻഡ്. എന്താ സംശയം? ഇത് ഈസ്ലാൻഡ് എന്ന് വായിക്കരുത്, ആൻ ഐലൻഡ്. എപ്പോഴും നമ്മുടെ എക്സാമുകൾക്ക് എയും ആനും വരുന്ന കുറച്ച് വേർഡുകളുണ്ട്, അത് അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. യൂറോപ്പ്, EUROP, യൂറോപ്പ്. നമ്മൾ AEIOU റൂൾ ഉപയോഗിക്കരുത്. ഹി ഈസ് എ യൂറോപ്യൻ എന്നേ പറയാൻ പാടൂ. ഹി ഈസ് എ യൂറോപ്യൻ. ഹി ഈസ് എ വൺ ഐഡ് മാൻ. ഒറ്റ കണ്ണൻ. വൺ ഐഡ്. ഇവിടെ വായാണ് ശബ്ദം, ഒരിക്കലും ഓയല്ല. ഇവിടെ ഓറഞ്ച് എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആൻ ഓറഞ്ച് എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, വൺ ആണ്. അപ്പൊ വൺ വരുമ്പോ ഇതേപോലെയാണ് യു ശബ്ദം വരുമ്പോ യൂണിയൻ, യുനാനിമസ്, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? എ ആണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴും പഴയ AEIOU റൂൾ ആലോചിക്കരുത്. പകരം എന്ത് ഉപയോഗിക്കണം? നമ്മൾ പറയുമ്പോൾ വവൽ സൗണ്ട് ആണ് പുറത്തു വരുന്നതെങ്കിൽ അതിന് മുന്നിൽ ആനും, അങ്ങനെയല്ല കൺസണന്റ് സൗണ്ട് ആണ് പുറത്തു വരുന്നതെങ്കിൽ അതിന് മുന്നിൽ എയും ഉപയോഗിക്കണം. നോക്കൂ, യൂണിയൻ, യൂണിവേഴ്സിറ്റി, യുനാനിമസ് ഒക്കെ യുവിലാണ് ആരംഭിക്കുന്നത്, പക്ഷെ യായാണ് ശബ്ദം. അപ്പൊ അതുകൊണ്ട് തന്നെ എ യൂറോപ്യൻ, എ വൺ ഐഡ് പേഴ്സൺ, ഹി ഈസ് എ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ എന്നും ചോദിക്കുന്ന ഒരാള് ഇയർ. YEAR. ഇത് ഇയർ എന്നേ വായിക്കാവൂ. ഇയർ. ഐ മെറ്റ് ഹിം എ ഇയർ എഗോ. ഇത് എപ്പോഴും തരുന്ന ഒരെണ്ണമാണ്. ഇതേപോലെയാണ് ആൻ വരുന്നത്. ഓണസ്റ്റി, ഓണറബിൾ, ഓണറേറിയം, ഇവയ്ക്കൊക്കെ എച്ച് സൈലന്റ് ആണ്. ഓ ശബ്ദമാണ് പുറത്തേക്ക് വരേണ്ടത്. അവയുടെ മുന്നിൽ ആൻ ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ ഐലൻഡ് എന്നാണ് ഇത് വായിക്കുക. ആൻ ഐലൻഡ്. ഓക്കെ, ആൻ ഐലൻഡ്. അടുത്ത ചോദ്യം നോക്കൂ. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ ഫോളോയിങ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിൽ കൂടുതൽ പേരും വരുത്തുന്ന ഒരു തെറ്റെന്താണെന്നറിയോ? സിനോണിം സെയിം മീനിങ്. നമ്മൾ അർത്ഥമാണ് അവിടെ നോക്കേണ്ടത്. ചിലപ്പോൾ തൊട്ടടുത്ത ആന്റോണിം ഉണ്ടാവും, അത് കൊണ്ടുപോയി എഴുതി വെക്കരുത്. ചോദ്യം വ്യക്തമായി വായിച്ചു നോക്കണം. സിനോണിം ആണോ ആന്റോണിം ആണോ? സിനോണിം ആണെങ്കിൽ സെയിം മീനിങ്, നമ്മൾ പണ്ട് പഠിക്കുന്ന പര്യായം. ആന്റോണിം ആണെങ്കിൽ വിപരീതം, ഓപ്പോസിറ്റ് മീനിങ് വേണം എഴുതാൻ. നോക്കൂ, ലിമിറ്റ്ലെസ്. പേരിൽ തന്നെ നമുക്കറിയാം, ഇൻഫിനിറ്റ്, അനന്തമായത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയില്ലേ? ലിമിറ്റ്ലെസ്, ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, മെലൻകോളി, സോറോഫുൾ, ദുഃഖകരമായ എന്നാണ് അർത്ഥം. സോറോഫുൾ, മെലൻകോളി. ഓക്കെ, അപ്പൊ സോറോഫുൾ. അടുത്തത് നോക്കൂ, വൺ വേർഡ് ആണ്. ലൈഫ് ഹിസ്റ്ററി റിട്ടൺ ബൈ സംവൺ എൽസ്. അതായത് ഒരാളുടെ ലൈഫ് ഹിസ്റ്ററി, ജീവചരിത്രം മറ്റൊരാൾ എഴുതുകയാണ്. നമ്മൾ സ്വയം എഴുതുമ്പോൾ അതെന്താവും? ആത്മകഥയാവും, ഓട്ടോബയോഗ്രഫി ആവും. പക്ഷെ ഇവിടെ എന്താണ്? മറ്റൊരാൾ എഴുതുന്ന ജീവചരിത്രമാണ് ബയോഗ്രഫി. ഓക്കെ, അനോണിമസ് എന്ന് പറഞ്ഞാൽ റൈറ്റർ ആരാണെന്ന് അറിയാത്തതാണ് ഇത് അനോണിമസ്. ഇല്ലിറ്ററേറ്റ് നിങ്ങൾക്ക് അറിയാലോ, എഴുതാനോ വായിക്കാനോ കഴിയാത്ത. നമ്മുടെ ബോർഡ് എക്സാമിന്റെ ചോദ്യമാണ്, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇല്ലിറ്ററേറ്റ്. അടുത്തത് നോക്കൂ, വൺ ഹു ഈസ് ലൈക്കബിൾ. നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന, വളരെ സ്നേഹം തോന്നുന്ന ആളാണ് ആര്? ലൈക്കബിൾ. അമിയബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അമിയബിൾ. വൺ ഹു ഈസ് ലൈക്കബിൾ, അമിയബിൾ. അടുത്തത് നോക്കൂ, നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ 10 ചോദ്യമാണ് ഏകദേശം ടെൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ടെൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസും കോൺകോഡും യൂസേജുകളും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത്രയധികം ചോദ്യങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഐ ആം ടയേർഡ് ഓഫ് ഡാഷ് ഇയർ. ഓഫിന് ശേഷം എന്ത് മതി?
ING ഫോം ഉപയോഗിച്ചാൽ മതി. ഐ ആം ടയേർഡ് ഓഫ് വർക്കിംഗ് ഹിയർ. ഓക്കെ, ഐ ആം ടയേർഡ് ഓഫ് വർക്കിംഗ് ഹിയർ. അടുത്തത് നോക്കൂ, യുവർ ഫ്രണ്ട്സ് ഡാഷ് ഫോർ യു ഓവർ ആൻ അവർ. നമുക്കറിയാം സിൻസോ ഫോറോ വന്നാൽ ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് മണിക്കൂറുകളോളം 5 മണിക്കൂറായിട്ട് ഇവിടെ ഓവർ ആൻ അവർ, 1 മണിക്കൂറിലധികം, അല്ലെങ്കിൽ 10 മണി മുതൽ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ 2000 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സിൻസ് 2000. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 2000. ഞാൻ 2000 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഏജ് അല്ലേ കണക്കാക്കിയത്? ഞാൻ 2000 മാർച്ചിൽ SLC എക്സാം എഴുതി, 2000 ഏപ്രിലിൽ അതേപോലെ SLCക്ക് പഠിക്കുന്ന കുട്ടികളെ ട്യൂഷൻ എടുത്തുകൊണ്ടാണ് എന്താ പറയുക, ഔദ്യോഗികമായിട്ട് ട്യൂഷൻ, അതായത് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 2000. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് 24 വർഷമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 24 years. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സമയം മുതൽ എന്ന് കാണിക്കാൻ സിൻസും, അല്ലെങ്കിൽ ഒരു ഇത്ര വർഷമായിട്ടെന്ന് കാണിക്കാൻ ഞാൻ ഫോറുമാണ് ഉപയോഗിച്ചത്. ഇവിടെ നോക്കൂ, യുവർ ഫ്രണ്ട്സ് ആണ്, സ്വാഭാവികമായും പ്ലൂറൽ ആണ്. ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേതിൽ നമ്മൾ INGയിൽ ഉപയോഗിക്കാത്ത വെർബുകൾ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നോക്കൂ, ഞാൻ കുട്ടിക്കാലം മുതൽ അവനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കുട്ടിക്കാലം മുതലേ അവനെ അറിയാം, എൻ്റെ കോളേജ് കാലം മുതൽ എനിക്ക് അവനെ അറിയാം. ഒരു കാരണവശാലും ഐ ഹാവ് ബീൻ നോയിങ് ഹിം എഴുതരുത്. നോ നമുക്കറിയാം സ്റ്റാറ്റിക് വെർബാണ്, നമ്മളത് INGയിൽ ഉപയോഗിക്കരുത്. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഹാവ് നോൺ ഹിം സിൻസ് മൈ കോളേജ് ഡേയ്സ്. എൻ്റെ കോളേജ് കാലം മുതൽ എനിക്ക് അയാളെ അറിയാം. സിൻസ് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം. ഐ ഹാവ് ബീൻ ലവിങ് ഹിം എന്ന് പറയരുത്, ഐ ഹാവ് ലവ്ഡ് ഹിം. ഓക്കെ, ഐ ഹാവ് ലവ്ഡ് ഹിം സിൻസ് മൈ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ ഫോർ 15 years എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരെ തൊട്ട് മുന്നത്തെ വെർബായിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നോക്കൂ, യുവർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് പ്ലൂറലാണ്, അതുകൊണ്ട് എന്ത് വന്നു? ഹാവ് ബീൻ വെയിറ്റിംഗ് വന്നു. യുവർ ഫ്രണ്ട് എന്നാണെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? ഹാസ് ബീൻ വെയിറ്റിംഗ് ആവുമായിരുന്നു. അടുത്തത് നോക്കൂ, ഐ ലൈക്ക് ടു ഡാഷ് വെൻ ഐ ആം എലോൺ. ഐ ലൈക്ക് ടു ഡാൻസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ലൈക്ക്, ലവ് ഇവയ്ക്കൊക്കെ ശേഷം ടു ഇല്ലാതെ തന്നാൽ നിങ്ങൾ ING ഫോമും, ടു വെച്ച് തന്നാൽ പിന്നെ V1 ഫോമുമാണ് എഴുതേണ്ടത്. ഓക്കെ, നോക്കൂ, ഐ ലൈക്ക് കുക്കിംഗ്. ഓക്കെ, ഐ ലൈക്ക് ഡാൻസിങ്, ഐ ലൈക്ക് സിംഗിങ്. പക്ഷെ ഐ ലൈക്ക് ടു സിംഗ്, ഐ ലൈക്ക് ടു ഡാൻസ്, ഐ ലൈക്ക് ടു കുക്ക്. കണ്ടോ? അപ്പോൾ ലൈക്ക്, ലവ്, അതേപോലെ തന്നെ ഡിസ്ലൈക്ക്, എൻജോയ് ഇവയ്ക്കൊക്കെ ശേഷം ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കീപ്, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ലുക്ക് ഫോർവേഡ് ടു ഇവയ്ക്കൊക്കെ ശേഷം ഇറ്റ് ഈസ് നോ യൂസ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഇവയ്ക്കൊക്കെ ശേഷം ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഡാൻസ്. ഐ ലൈക്ക് ടു ഡാൻസ്, ഐ ലൈക്ക് ടു സിംഗ്, ഐ ലവ് ടു കുക്ക്. ഓക്കെ, ഐ ലവ് ടു റീഡ്. നോക്കൂ, വി ഡാഷ് ഷോപ്പിംഗ് ലാസ്റ്റ് വീക്കെൻഡ്. നമുക്കറിയാവുന്നതാണ്, ഒരു തന്ന വേർഡിൽ യെസ്റ്റർഡേ എന്നോ, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നോ, ലാസ്റ്റ് മൺഡേ എന്നോ, ലാസ്റ്റ് സൺഡേ എന്നോ, അല്ലെങ്കിൽ എഗോ, ഫ്യൂ ഡേയ്സ് എഗോ, ഫ്യൂ അവേഴ്സ് എഗോ, എഗോ, അല്ലെങ്കിൽ ഒരു പഴയ വർഷം തന്നാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഏത് ഫോം എഴുതിയാൽ മതി? വെർബിന്റെ സെക്കൻഡ് ഫോം എഴുതുക. നോക്കൂ, വി വെന്റ് ഷോപ്പിംഗ് ലാസ്റ്റ് വീക്കെൻഡ്. ഓക്കെ, വി വെന്റ് ഷോപ്പിംഗ് ലാസ്റ്റ് വീക്കെൻഡ് എന്ന് ഓർത്തു വെക്കുക. ശ്രദ്ധിക്കൂ, ഐ ഡാഷ് എ ഗ്രേറ്റ് ഫിലിം എസ്റ്റർഡേ. നോക്കൂ, എസ്റ്റർഡേ വീണ്ടും ഒരു സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. സിയുടെ V2 ഫോമായ സോ എഴുതിയാൽ മതി. ഐ സോ എ ഗ്രേറ്റ് ഫിലിം എസ്റ്റർഡേ. നോക്കൂ, മൈ ബ്രദർ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. സാധാരണയായിട്ട് നിങ്ങൾക്ക് എൻജോയ് എന്ന വെർബ് തരും, അതിനുശേഷം വരുന്നത് ING എഴുതാനാ തരും. പക്ഷെ ഇവിടെ പകരം എന്ത് തന്നു? മൈ ബ്രദർ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. നോക്കൂ, മൈ ബ്രദർ സിംഗുലർ ആണ്, എൻജോയ്സ്. മൈ ബ്രദർ സിംഗുലർ ആയ എന്ത് മതി? മൈ ബ്രദർ എൻജോയ്സ്. എന്നാൽ മൈ ബ്രദേഴ്സ് എന്നാണ് തന്നതെങ്കിലോ നിങ്ങൾക്ക് എൻജോയ് എഴുതാം.
എൻജോയിന് ശേഷം ഏത് ഫോം മാത്രം ഉപയോഗിക്കണം? ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. ലുക്ക് ഫോർവേഡ് ടു, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, കീപ്പ്, എല്ലാത്തിനും ശേഷവും എന്താണ്? ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് നോക്കൂ, ജോൺ ഡാഷ് ഫോർ 2 hours. ഇവിടെ വീണ്ടും ഒരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വന്നത്. സ്റ്റഡി ആണ്. ജോൺ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ എത്ര വർഷമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ കുറച്ച് പേര് പറയും 2 വർഷമായി, 1 വർഷമായി. അല്ല, നമ്മളൊന്ന് സ്കൂളിൽ പോയ കാലം തൊട്ടിങ്ങ് കണക്കാക്കി നോക്കൂ. ഏകദേശം 10 വർഷം, 2 വർഷം +2, 3 വർഷം ഡിഗ്രി, 15 വർഷമായി. വീണ്ടും HDC ചെയ്തവരാണെങ്കിൽ വീണ്ടും 1 വർഷം, PG പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, MBA ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് പറയും? I have been studying for 20 years. I have been studying for 22 years. I have been studying since 1989. 1989 മുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും പഠിക്കുന്നു, സ്റ്റിൽ. അപ്പൊ നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. ലൈഫിൽ പഠനമില്ലാത്തൊരു കാലം വരാനേ പാടില്ല. ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ഈ പഠനം ഒന്ന് അവസാനിപ്പിക്കാൻ. അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല. പഠിക്കുക എന്നുള്ളത് എൻജോയ് ചെയ്ത്. ഐ എൻജോയ് സ്റ്റഡിങ്. എൻജോയിന് ശേഷം ING ഫോം. ഐ ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഐ ലൈക്ക് സ്റ്റഡിങ്. ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. കാരണം നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ, മാത്സ് പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ KCS ആക്ടിന് പുതിയ അമെൻമെന്റ് വരുന്നുണ്ട്. നമ്മൾ പറയുകയാണ്, ഞാൻ പഴയതെല്ലാം വെള്ളം പോലെ പഠിച്ചതാണ്, ഇനി അതിൽ 56, 57 ഇനിയും ചേഞ്ച് ചെയ്ത് പഠിക്കണം. പഠിച്ചേ പറ്റൂ. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഠിച്ചേ പറ്റൂ. പഠനം എപ്പോഴും എന്താണ്? നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് കാണുക. ഇതൊരിക്കലും അവസാനിപ്പിക്കേണ്ടതാണെന്നോ അതല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, നോക്കൂ, ജോൺ എന്താ ചെയ്യുന്നത്? ജോൺ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. 2 മണിക്കൂറായി ജോൺ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സിൻസ് വന്നാലും എങ്ങനെയായിരിക്കും? ജോൺ ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സിൻസ് 10 AM, 10 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഹാസ് ബീൻ സ്റ്റഡിങ്. അടുത്തത് നോക്കൂ, ക്യാൻ യു ഡാഷ് മീ വേർ ഹി ലിവ്സ്. അവൻ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് പറയാമോ? ക്യാൻ യു ടെൽ മീ എന്ന് മതി. ഓക്കെ, ക്യാൻ യു ടെൽ മീ. അടുത്തത് നോക്കൂ, നോബഡി ഡാഷ് വെൻ ഹി വിൽ അറൈവ്. നോബഡി, സംബഡി, എനിബഡി ഇവയ്ക്കൊക്കെ ശേഷം സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതി. നോബഡി നോസ് വെൻ ഹി വിൽ അറൈവ്. ഓക്കെ, നോബഡി നോസ് വെൻ ഹി വിൽ അറൈവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമ്മുടെ എക്സാമിന് നമ്മളോട് ടാഗ് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ടാഗ് ആണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ ടാഗ് വരിക? നോക്കൂ, നോബഡി നോസ് വെൻ ഹി വിൽ അറൈവ് എന്ന് തന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ടാഗ് തരും. ഓക്കെ, അവിടെ എന്താ എഴുതേണ്ടത്? നമ്മൾ നോസിനെ സ്പ്ലിറ്റ് ചെയ്യും. നോബഡിയാണ് സബ്ജക്റ്റ്. അപ്പൊ നമുക്കറിയാം പ്രോനൗൺ ആയിട്ട് ദേ ഉപയോഗിക്കണം. നോസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ് പ്ലസ് നോ എന്ന് എഴുതും. നോബഡി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവ് ആയാൽ മതി എന്ന് നമുക്കറിയാം. പോയിട്ട് ഡസ് ദേ ഓപ്ഷനിൽ ഉണ്ടാവും. എഴുതിയാൽ ഉത്തരം തെറ്റും. കാരണം എന്താ? ദേ പ്ലൂരൽ ആണ്. അവിടെ കൊണ്ടുപോയി ഡസ് എഴുതരുത്. പകരം എന്ത് എഴുതാൻ പാടൂ? ഡു ദേ. ഓക്കെ, അവിടെ എന്ത് എഴുതാൻ പാടൂ? ഡു എഴുതണം. എപ്പോഴും നോബഡി വെച്ചിട്ടോ സംബഡി വെച്ചിട്ടോ എനിബഡി വെച്ചിട്ടോ ഒക്കെ എവരിബഡി വെച്ചിട്ടോ ഒക്കെ ടാഗ് തരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, അടുത്തത് ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്തായിരുന്നു? ഷീ ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ്. സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിയാവുന്നതാണ് ഓൾ ഓവർ ദ വേൾഡ്. ഹി നോസ് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ഡാഷ് റഷ്യൻ. റഷ്യൻ കൂടാതെ ഫ്രഞ്ചും ജർമ്മനും അറിയാമെന്നാണ്. ബിസൈഡ്സ്. ബിസൈഡ് എന്താ? അരികെ. ഓക്കെ, മൈ ഹൗസ് ഈസ് ബിസൈഡ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ അരികിലാണ് എൻ്റെ വീട് എന്നാണ് അർത്ഥം. ബിസൈഡ്സ് കൂടാതെ. ഐ ഹാവ് എ കാർ ബിസൈഡ്സ് എ സ്കൂട്ടർ. ഒരു സ്കൂട്ടർ കൂടാതെ എനിക്കൊരു കാർ കൂടിയുണ്ട്. ഐ ഹാവ് എ ലാപ്ടോപ്പ് ബിസൈഡ്സ് എ മൊബൈൽ ഫോൺ. എന്ത് വേണേലും പറയാം. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ. ഓക്കെ, അടുത്തത് നോക്കൂ, ഇവിടെ നമുക്ക് എപ്പോഴും തരിക ഈ ഇന്ന് ഓണ് ഇൻറ്റു ഒക്കെ വെക്കേണ്ടത് അല്ലേ. ദ ബസ് ഫെൽ ഇൻ ടു ദ വാട്ടർ നമ്മളോട് തരാറുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ കേർഡ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്, ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, അല്ലെങ്കിൽ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അതേപോലെ തന്നെ മരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെ, ഹി ഡൈഡ് ഓഫ് ക്യാൻസർ, ഹി ഡൈഡ് ഫ്രം ഹങ്കർ അല്ലെ, ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ്,
ഡൈഡ് ബൈ ഹിംസെൽഫ്. ഇങ്ങനെ സ്ഥിരമായിട്ട് തരുന്ന പ്രിപ്പോസിഷൻസ് ഉണ്ട്. നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. കഴിഞ്ഞ കുറച്ച് എക്സാമുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 2 പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. അടുത്തത് നോക്കൂ, കറക്റ്റ് ആന്റോണിം ആണ് ചോദിച്ചത്. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ക്രൂക്കട്ട്, ഇത് കണ്ണിങ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ മനസ്സിലോട്ട് വരും, പക്ഷെ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്, സ്ട്രെയിറ്റ്. ഓക്കെ, ക്രൂക്കട്ട് എന്താണ്? സ്ട്രെയിറ്റ്. അടുത്തത് നോക്കൂ, അസെൻഡ്. അസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കയറി കയറി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. ഓപ്പോസിറ്റ് എന്താ? ഡിസെൻഡിങ് ഓർഡർ. നമ്മൾ ആരോഹണം അവരോഹണം എന്ന് പഠിച്ചിട്ടില്ലേ? അത്രയേ ഉള്ളൂ. അസെൻഡ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ താഴോട്ട്. ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇനി കുറച്ച് GK ആണ്. GKയിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കി വെച്ച് പോവുക. നമുക്കിപ്പോൾ എപ്പോഴും നമ്മളോട് ഒരു മാർച്ച് സമയത്ത് എക്സാമിന് ചോദിക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്നൊക്കെയുള്ള ചോദ്യം. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്നത്. അതേപോലെ നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രിമാരെ നമ്മൾ പഠിക്കണം. ഇപ്പൊ മന്ത്രിസഭ മാറുമെങ്കിലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ചോദ്യപേപ്പർ മുന്നേ തയ്യാറായിട്ടുള്ളതാണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. സഹകരണ മന്ത്രിയെ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്തു വയ്ക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. വാസവൻ മിനിസ്റ്ററാണ്. നമ്മുടെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ. രജിസ്ട്രേഷൻ ഇപ്പൊ ആരാണ്? കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. രജിസ്ട്രേഷൻ VN വാസവൻ ആയിരുന്നു. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്പീക്കർ ചോദിക്കും AN ഷംസീർ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും പഠിച്ച് റെഡിയായിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട് കേട്ടോ. ശ്രദ്ധിക്കൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്തിനായിരുന്നു ഒരു ഫോൺ കയ്യിലെടുത്തിട്ടുള്ളതെന്ന്. ഇതിൽ പിക്ചർ പ്രോബ്ലംസ് വരച്ചിട്ടില്ലായിരുന്നു, അപ്പം അതിന് വേണ്ടിയായിരുന്നു ഞാൻ തന്നത്. നോക്കൂ, 41ാമത്തെ. ഞാൻ GK പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തരാം. നോക്കൂ, ഇങ്ങനൊരു കുറേ അധികം 5 പിക്ചറുകൾ തന്നു. ഓക്കെ, 5 പിക്ചറുകൾ തന്നിട്ട് നിങ്ങളത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ ഓരോ പോർഷൻ അവർ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തതിൽ ഈ പോർഷൻ ആയിരുന്നു. അടുത്തതില് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പോർഷൻ. അടുത്തതില് ഇവിടെ. അടുത്തതില് വീണ്ടും ഈ പോർഷൻ. അടുത്തതില് ഇതിന്റെ തൊട്ട് ഈ അടുത്തിരിക്കുന്ന പോർഷൻ. ഓക്കെ, ഇനി 4 പ്രോബ്ലം ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഞാൻ പ്രോബ്ലം ആൻസർ ഫിഗറുകൾ വരയ്ക്കുന്നില്ല, നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യത്തതില് ഈ കോളമായിരുന്നു അല്ലേ ബ്ലാക്ക് ആക്കിയത്. അടുത്തതിൽ നോക്കൂ, 0 ഗ്യാപ്പ് ഇട്ടു. അതായത് തൊട്ടടുത്തത് എന്ത് ചെയ്തു? കറുപ്പിച്ചു. അടുത്തതില് 2 എണ്ണം വിട്ട് 3ാമത്തെ കറുപ്പിച്ചു. അതായത് ഇവിടെ ആയിരുന്നു, ഇതിൽ നിന്ന് 1, 2 എന്നെണ്ണി ഇത് കറുപ്പിച്ചു. അപ്പൊ 2 ഗ്യാപ്പ്. അടുത്തത് നോക്കൂ, ഇവിടെ നിന്ന് 1, 2, 3, 4 കഴിഞ്ഞ് 5ാമത്തെ കോൾ, അതായത് 4 ഗ്യാപ്പില് കറുപ്പിച്ചു. അടുത്തതിൽ നോക്കൂ, ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6 6 ഗ്യാപ്പാണല്ലോ അടുത്തത് വരുന്നത്. ഇവിടെയാണ് കറുപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കൂ, 1, 2, 3, 4, 5, 6 ഇത് കറുപ്പിച്ചു. 6 ഗ്യാപ്പ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ സീരീസ് എഴുതുന്ന പോലെ നോക്കിയാൽ മതി. 0 ഗ്യാപ്പ് 2, 4, 6. അപ്പൊ അടുത്തത് എത്ര ആയിരിക്കണം? 8 ഗ്യാപ്പ് ആയിരിക്കണം. എവിടെ നിന്നാണ് 8 ഗ്യാപ്പ് വരേണ്ടത്? ഇവിടെ നിന്നാണ്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്തത് ഏതാണ് ബബിൾ ചെയ്യേണ്ടത്? ഇത്. അങ്ങനെ ബബിൾ ചെയ്തതല്ലേ ഓപ്ഷൻ A ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചിത്രം ഞാൻ പറയുമ്പോൾ നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ പിക്ചർ പ്രോബ്ലവും ഇങ്ങനെയായിരിക്കും. കാരണം ചോദ്യപേപ്പർ ഇടുന്ന സാർക്കറിയാം വെറും 45 സെക്കൻഡ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള സമയം എന്ന് സാർക്കും അറിയാം. പക്ഷേ അതിനുള്ളിൽ നമ്മൾ അത് കണ്ടുപിടിക്കുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് അല്ലേ? അവർ എന്താണ്, അപ്പൊ അവർക്കും അറിയാം അത്രയും എളുപ്പമുള്ളത്. പക്ഷെ നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുന്നു, നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു എക്സാം ഹാളിലെ ഒരു ടെൻഷൻ ആയാലും അല്ലെങ്കിൽ എക്സാം ഹാളിലെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പിക്ചർ പ്രോബ്ലത്തെ സമീപിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. കഴിഞ്ഞ എക്സാം എഴുതിയവർക്കറിയാം, ഒരു തീഫ്, ജഡ്ജ്, ക്രിമിനൽ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 3 സർക്കിൾ വരുന്നത്.
കുറേ പേര് ജഡ്ജിനെ കൊണ്ടുപോയി ക്രിമിനലാക്കി, ക്രിമിനലിനെ കൊണ്ടുപോയി ജഡ്ജാക്കി. ഇതൊക്കെ സിമ്പിൾ. അതായത് നമ്മൾ LSS USS അല്ലെങ്കിൽ നവോദയ എക്സാമിനൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്താൽ ഇവർ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതി തരും. അപ്പോൾ അവർക്ക് 45 സെക്കൻഡ് പോലും വേണ്ടി വരില്ല. പക്ഷെ നമ്മളും റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും. ടെൻഷൻ അടിക്കരുത്. പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിൽ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനും ശ്രമിക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. A boy has a total of 740 in the denomination of 2 rupee, 5 rupee, 10 rupee and 20 rupee notes. അതായത് ഒരു കുട്ടിയുടെ കയ്യിൽ 740 രൂപയുണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? 2 രൂപയുണ്ട്, 5 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്. If the number of each denomination is equal, അതായത് എത്ര 2 രൂപയുണ്ടോ അത്ര 5 രൂപയുണ്ട്, അത്രയും തന്നെ 10 രൂപയുണ്ട്, അത്രയും തന്നെ 20 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ ആകെ എത്ര നോട്ട് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, അതായത് 2 രൂപയുടെ എത്രയോ എണ്ണം ഉണ്ട്, നമുക്കറിയില്ല. ആ എണ്ണത്തെ നമ്മൾ എക്സ് ആക്കി. 5 രൂപയുടെയും അത്ര തന്നെ എണ്ണമുണ്ട്. ഓക്കെ, 10 രൂപയുടെയും അത്ര തന്നെ എണ്ണമുണ്ട്. അതേപോലെ തന്നെ 20 രൂപയുടെയും അത്ര തന്നെ എണ്ണമുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇതിലുള്ള എക്സിനെ എല്ലാം കോമൺ ആയിട്ട് എടുത്തു. 20, 30, 35, 37 എത്രയോ ഉണ്ട്. ഓക്കെ, ഇത് എത്രയാണ്? 740 ആണ്. ഇത് എത്രയാണ്? 740 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 740/37. സ്വാഭാവികമായിട്ടും 20 എന്ന് ഉത്തരം കിട്ടും. അതായത് 20 2 രൂപ നോട്ട്, 20 5 രൂപ നോട്ട്, 20 10 രൂപ നോട്ട്, 20 20 രൂപ നോട്ട്. അപ്പൊ ടോട്ടൽ ആകെ എത്ര നോട്ടുണ്ട് കുട്ടികളെ? 80 നോട്ടുണ്ട്. ടോട്ടൽ എത്ര നോട്ടാണുള്ളത്? 80 നോട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ എത്രയോ 2 രൂപ, എത്രയോ 5 രൂപ, എത്രയോ 10 രൂപ, എത്രയോ 20 രൂപ, എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര രൂപയുണ്ട്? 740 ഉണ്ട്. നോക്കൂ, നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കൂ. 20 × 2 40, 20 × 5 100, 20 × 10 200, 20 × 20 400, 400 200 600 600 100 700 740 740 രൂപ കയ്യിലുണ്ട്. ഓക്കെ, ഇത് ഓപ്ഷൻ എന്ന് എഴുതിയാൽ ഈസി ആയിട്ട് ഉത്തരം കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല, ഓപ്ഷൻ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് നോക്കൂ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ABCD എഴുതി വെക്കണം. എങ്ങനെ എഴുതി വെക്കണം? അറിയാഞ്ഞിട്ടല്ല, നിങ്ങളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ആദ്യം ABCD പഠിച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും കോഡിങ് ഡീകോഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഴുതണം. എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതിക്കോളൂ. നോക്കൂ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇങ്ങോട്ട് കൗണ്ട് ചെയ്താലും തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ചെയ്താലും ഈസി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഉത്തരം എഴുതാം. നോക്കൂ, MN പെയറാണ്, EV പെയറാണ്, JQ പെയറാണ്. HT ആണോ പെയർ? അല്ല, GT ആയിരുന്നു, അല്ലെങ്കിൽ HS ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ആരാണ്? HT. 45 സെക്കൻഡ് സമയം വേണോ ഉത്തരം കണ്ടെത്താൻ? വേണ്ട. പക്ഷെ ഇങ്ങനെ അല്ലാതെ ചെയ്താൽ E കഴിഞ്ഞ് എത്രാമത്തെയാണ് V വരുന്നത്, H കഴിഞ്ഞിട്ടാണോ T വരുന്നത്, അങ്ങനെ പോയി നോക്കുമ്പോൾ M കഴിഞ്ഞതും N വരും, നമുക്ക് കൃത്യമായി കിട്ടില്ല. ഓക്കെ, അടുത്തത് നോക്കൂ, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. എപ്പോഴും നമ്പർ സീരീസുകളിൽ നിന്ന് നമ്മുടെ ബോർഡ് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം നമ്പർ സീരീസ് തന്നെ ആയിരിക്കും. പക്ഷെ പലരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്പർ സീരീസ് പഠിക്കില്ല. ഓക്കെ, ഇവർ നമ്പർ സീരീസ് എന്ത് ചെയ്യില്ല? നമ്പർ സീരീസ് പഠിക്കില്ല. പഠിക്കാതെ എന്ത് ചെയ്യും? എക്സാമിന് പോകും. എന്നിട്ട് എനിക്ക് നമ്പർ സീരീസ് കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെ ആവരുത്. നമ്പർ സീരീസ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം പല നമ്പർ സീരീസും നമുക്ക് റിപ്പീറ്റ് ആയിട്ടാണ് വരാറുള്ളത്. നോക്കൂ, 1 3 10 21 64 129. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി കിട്ടാത്തവർ ഇങ്ങോട്ട് നോക്കുക. നോക്കൂ, 1 × 2 + 1 3. ഓക്കെ, 1 × 2 2, 2 + 1 3. 3 × 3 + 1 3 × 3 9, 9 + 1 10. വീണ്ടും 10 × 2 + 1 21. 21 × 3 + 1 64. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 64 × 2 128 + 1 129. ഇനി എന്ത് ചെയ്യണമായിരുന്നു? 129 × 3 + 1 ചെയ്യണം, 27. ബാക്കി 2 8
387 പ്ലസ് 1 388 ആയിരുന്നു വരേണ്ടത്. പക്ഷെ അവർ എത്രയാണ് തന്നത്? 378. അപ്പൊ അതിലത്തെ റോങ് നമ്പർ ഏതാ? 378. നമ്പർ സീരീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതൊക്കെ നമുക്ക് എക്സാം ഹാളിൽ കിട്ടുന്ന സീരീസ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും സമയം, ആ ഒരു എക്സാം സമയത്ത് നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക. നോക്കൂ, 145, 73, 37, 19. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടോ? കുറഞ്ഞ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അതും ഏകദേശം ഹാഫ് ആണ് വരുന്നത്. എന്നാൽ കറക്റ്റ് ഹാഫ് അല്ല. അപ്പൊ നമുക്ക് സ്ഥിരമായി ചെയ്യാൻ അറിയുന്ന ഒരു കാര്യമില്ലേ? ഇതെന്ത് ചെയ്തു? 145 പ്ലസ് 1 എത്രയാ? 146. അതേ ബൈ 2 73. ഇനി 73 പ്ലസ് 1 74 കിട്ടി. അതേ ബൈ 2 37 ആയി. 37 പ്ലസ് 1 എത്രയാണ്? 38 ആണ്. 38 ബൈ 2 ചെയ്തു 19 കിട്ടി. അടുത്തത് 19 പ്ലസ് 1 20 ആണ്. 20 ബൈ 2 ചെയ്ത 10 കിട്ടും. ഇനി 10 പ്ലസ് 1 11 ആണ്. 11 ബൈ 2 ചെയ്ത 5.5 കിട്ടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 1 കൂട്ടിയിട്ട് ഹാഫ് എടുത്താൽ മതി. ഓക്കെ, അടുത്തത് നോക്കൂ, 46ാമത്തെ ചോദ്യം നോക്കൂ. എ ട്രെയിൻ 160 meter long takes 8 seconds to pass a man standing on a platform of 200 meter long. അതായത് 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ മറികടക്കാൻ 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 8 സെക്കൻഡ് എടുത്തെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ക്രോസ് ദ പ്ലാറ്റ്ഫോം? വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണെന്നറിയോ? സമയം സെക്കൻഡിൽ തന്നു, നീളം മീറ്ററിൽ തന്നു, സ്പീഡ് കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ? ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. അതായത് ഈ വ്യക്തിയെ മറികടക്കാൻ 160 മീറ്റർ നീളമുള്ള തീവണ്ടി 8 സെക്കൻഡാണ് എടുത്തത്. ഡിസ്റ്റൻസ് 160 മീറ്റർ, സമയം 8 സെക്കൻഡ്. സ്വാഭാവികമായും നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ ട്രെയിനിന്റെ സ്പീഡ് എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്നത്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, ട്രെയിൻ വ്യക്തിയെ മറികടക്കാൻ എടുക്കുമ്പോൾ ട്രെയിനിന്റെ നീളം എടുത്താൽ മതി. ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ മറികടക്കാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചത്. സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? 160 മീറ്റർ നീളമുള്ള തീവണ്ടി, 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം. സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കൂ, 360 ബൈ 20. സ്വാഭാവികമായും 18 സെക്കൻഡ് കൊണ്ട്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷെ വായിച്ചു നോക്കിയിട്ട് ഇത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. വ്യക്തിയെ മറികടക്കാൻ 8 സെക്കൻഡ് എടുത്തു. അതിൽ നിന്ന് നമുക്ക് സ്പീഡ് കിട്ടി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിൽ നിന്ന് നമ്മൾ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ മറികടക്കാനുള്ള സമയം കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം നോക്കൂ. ഇനി ഒരു പിക്ചർ പ്രോബ്ലം കൂടി ഉണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. സർട്ടൻ കോഡ് ലാംഗ്വേജ് ചങ്ക് ഈസ് റിട്ടൺ ആസ് 57, യൂണിയൻ ഈസ് റിട്ടൺ ആസ് 73. സംസം എത്രയാണ്? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. എന്ത്? എ 1 ആണ്, ബി 2 ആണ്, സി 3 ആണ്, ഡി 4 ആണ്. ഇതെല്ലാവർക്കും എളുപ്പമായിരിക്കും അല്ലേ? പക്ഷേ ഐ 9 ആണ്, ജെ 10 ആണ്, കെ 11 ആണ്, എൽ 12 ആണ്, എം 13 ആണ്, എൻ 14 ആണ്, ആർ 18 ആണ്, എസ് 19 ആണ്, വി 22 ആണ്, യു 21 ആണ്, ടി 20 ആണ്, ഡബ്ല്യു 23 ആണ്, എം 13 ആണ്. ഇങ്ങനെ പഠിച്ചു വെക്കുന്നതിന്റെ ഗുണം എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നോക്കൂ, ചങ്ക് CHUNK, സി 3 ആണ്, എച്ച് 8 ആണ്, യു 21 ആണ്, എൻ 14 ആണ്, കെ 11 ആണ്. 4 1 5 5 1 6 8 6 14 14 3 17. ബാക്കി 1 1 1 2 2 1 3 3 2 5 57 കിട്ടിയിരിക്കുന്ന കണ്ടോ? യൂണിയൻ അല്ലേ? യു 21 ആണ്, എൻ 14 ആണ്, ഐ 9 ആണ്, ഒ 15 ആണ്, എൻ 14 ആണ്. 9 1 10 10 4 14 14 5 19 19 4 23 3 ബാക്കി 2 2 1 3 3 1 4 4 1 5 5 2 7 73. ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിത് എഴുതിയെടുത്ത് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിലോ ആൻസർ ഒരു ഹാൾ ടിക്കറ്റിന്റെ ഭാഗത്തോ നമ്മൾ ABCD എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നോക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. നോക്കൂ, അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഏതാ? സംസം. ശരിക്കും ഒരു സം കണ്ടിട്ട് അതിന്റെ ഇരട്ടി എടുത്താൽ മതി. 26 1 13, വീണ്ടും 26 1 13,
നോക്കൂ, കൂട്ടി നോക്കൂ. 26 1 27, 27 3 30 10 40, 40ന്റെ ഇരട്ടി 80. ഉത്തരം അടുത്ത നിമിഷം കിട്ടി. കാരണം ഇത് തന്നെയല്ലേ ഇത് 40 ആണെങ്കിൽ ഇതും 40 ആണ്. 40 40 80, ഉത്തരം കിട്ടി. കണ്ടോ? അടുത്ത ചോദ്യം നോക്കൂ. 48 ഒരു പിക്ചർ പ്രോബ്ലം ആണ്. അതായത് ട്രയാങ്കിളിന്റെ എണ്ണം കണക്കാക്കുന്ന ചോദ്യം. ഇടയ്ക്ക് നിങ്ങളെ അവിടെ ഇരുത്തി നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ചോദ്യം അല്ലേ? ഇങ്ങനെ മാത്രം തന്നാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അറിയാം. എങ്ങനെ കണ്ടെത്തുക? എത്ര പോർഷൻ ഉണ്ടോ അത് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരമായി. കാരണം ഇവിടെ 1 2 3 4 5 6 7 8 2 16 ട്രയാങ്കിളാണ് ഏതിൻ്റെ ഉള്ളിലുള്ളത്? ഇതിനുള്ളിലുള്ളത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം തന്നിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 അതിന്റെ ഇരട്ടി എടുക്കുക. 4 × 2 8 ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഇങ്ങനെ തന്നു. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 1 2 1 + 2 3 ട്രയാങ്കിൾ ആണ് ഇതിലുള്ളത്. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് തരും. ഇതിനെ എന്ത് ചെയ്തു? ഇങ്ങനെ മിക്സ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പിക്ചറിനുള്ളിൽ 16 ഉണ്ട്, ഇതിനുള്ളിൽ 3 ഉണ്ട്. പക്ഷെ 19 എന്ന് എഴുതരുത്. ഓപ്ഷനിൽ 19 ഉണ്ടോ നോക്കട്ടെ. ഓപ്ഷനിൽ 19 ഉണ്ട്, 10 ഉണ്ട്, 19 ഉണ്ട്, 21 ഉണ്ട്, 23 ഉണ്ട്. ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോ ഈ ജോയിന്റുകളിൽ എവിടെയെങ്കിലും അഡീഷണൽ ഉണ്ടോ എന്ന് മാത്രമേ, ഇവിടേക്കൊന്നും എണ്ണുക വേണ്ട. പക്ഷെ ഈ ജോയിന്റുകളിൽ നോക്കുക, ഇങ്ങനൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് 1. അതേപോലെ ഇതുണ്ട്, ഇങ്ങനൊരു ട്രയാങ്കിൾ ഇവിടെയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രണ്ടും കൂടി കൂട്ടണം. ടോട്ടൽ 21 ട്രയാങ്കിൾ. എപ്പോഴും ട്രയാങ്കിളിന്റെ എണ്ണം എടുക്കുമ്പോൾ ഈ 2 എണ്ണമായിരിക്കും തരിക. പക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ചില സമയത്ത് ഇവിടെ തരും, ചില സമയത്ത് ഇവിടെയും തരും, ഇങ്ങനെ തരും. അപ്പൊ ആ മിക്സ്, ആ ജോയിന്റ് വരുന്ന ഭാഗത്ത് ട്രയാങ്കിൾ ഉണ്ടോ എന്ന് കൂടി എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം നമ്മൾ പ്രീവിയസ് പഠിച്ചു പോയവർക്ക് ഈ ചോദ്യം വളരെ എളുപ്പമാണ്. കാരണം നമ്മളോട് റെഡ് ഈസ് കോഡഡ് ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ സ്ഥിരമായിട്ട് 2 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമുണ്ട്. അവിടെയും നമ്മളോട് ഗ്രീൻ എഴുതാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കും. വൈറ്റ്, പക്ഷെ ഇത്രയും വലിയൊരു നമ്പർ അല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും നമ്പർ അറിയുമെങ്കിൽ W 23 ആണ്. ആ 23നോട് 2 കൂട്ടി W എഴുതി +2. 23 + 2 25. H 8 ആണ്. 8നോട് 2 കൂട്ടി 10 എഴുതി. അതായത് റിവേഴ്സ് ഓർഡറിലാണ് എഴുതി വരുന്നത്. I 9 ആണ്. I 9നോട് 2 കൂട്ടി 11 എഴുതി. T 20 ആണ്. 20നോട് 2 കൂട്ടി 22 എഴുതി. ഈ 5 ആണ്. 5നോട് 2 കൂട്ടി 7 എഴുതി. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എങ്ങനെ എഴുതണം? ആദ്യം ഒന്നുകിൽ ഇവിടുന്ന് എഴുതി തുടങ്ങാം. N 14 ആണ്. 14നോട് 2 കൂട്ടി 16. ഈ 5-മത്തെയാണ് 5നോട് 2 കൂട്ടി 7. എഗെയിൻ ഈ 5-മത്തെയാണ് 2 കൂട്ടി 7. R 18 ആണ്. 2 കൂട്ടിയാൽ 20. G 7 ആണ്. 2 കൂട്ടിയാൽ 9. ഉത്തരം നോക്കൂ. 16 77 209. ഇത് നേരെ തിരിച്ചിട്ടുള്ളത് തന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം G7 എഴുതി, അല്ല സോറി G9 എഴുതി 7 R 20 എഴുതി 7 എഴുതിയ ഉത്തരം കിട്ടും. പക്ഷെ തെറ്റാണ്. കാരണം അവർ വൈറ്റ് റിവേഴ്സ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അവർ ഏത് ഓർഡറിൽ തന്നോ അതേ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അടുത്ത കണക്ക് നോക്കൂ. ഇഫ് എ ചൈൽഡ് വാക്സ് 30 meter north and then turns 45 degree clockwise. നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും നമ്മുടെ എക്സാമിന് തരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡയറക്ഷൻ തരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഡയറക്ഷൻ തരുമ്പോൾ നമ്മൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതാണ് നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് അല്ലേ? അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു? 30 മീറ്റർ നോർത്തിലോട്ട് നടന്നു. എന്നിട്ടോ 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ, അതായത് ഇവിടുന്ന് 45, അതായത് ഇപ്പൊ ആ കുട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പൊ ആ കുട്ടി ഇതോ ഇവിടെയാണ് നിൽക്കുന്നത്, 45 ഡിഗ്രി. ഇനിയോ 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്, അതായത് ഒരു 45 ഇങ്ങോട്ടും പിന്നൊരു 90 ഇങ്ങോട്ടും. ഇപ്പൊ കുട്ടി എവിടെയാ നിൽക്കുന്നത്? കുട്ടി ഇവിടെയാണ് നിൽക്കുന്നത്. ഇതേതാ ഡയറക്ഷൻ? വെസ്റ്റ്. ഓക്കെ, ഡയറക്ഷൻ ഈസ് ദ ചൈൽഡ് നൗ വാക്കിംഗ്. ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് കുട്ടി ഉള്ളത്? കുട്ടി വെസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്.
കാരണം 45 ക്ലോക്ക് വൈസും 135 ആന്റി ക്ലോക്ക് വൈസും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇൻ എ സെക്യൂരിറ്റി സിസ്റ്റം 3 ഈസ് ചേഞ്ച്ഡ് ടു 7, 4 to 14, 5 to 23. ഇത് നമ്മളോട് ഇങ്ങനെ തന്നാൽ മതി. ഇവരിങ്ങനെ സെക്യൂരിറ്റി സിസ്റ്റം എന്നൊന്നും പറയണ്ട. 3 = 7, 4 = 14, 5 = 23 ആയാൽ 6 എത്ര, 7 എത്ര? ഇതാണ് ചോദ്യം. അതായത് 3 × 2 + 1 7, 3 × 2 6 അല്ലേ? 4 × 3 + 2, 4 3 12 2 14 അല്ലേ? 5 × 4 20 + 3 23 അല്ലേ? 6 × 5 + 4 34 അല്ലേ? 7 × 6 + 5 47 അല്ലേ? 34 47. ഉത്തരം കിട്ടിയോ? സെയിം നമ്മളോട് എങ്ങനെയാണോ തരുന്നത് അതുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ റോങ് ടേം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഞാനതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കൂ, നോക്കൂ. 13, 14, 41, 31. 13, 14. എന്നിട്ട് ഈ 14നെ ആദ്യം തിരിച്ചിട്ടു, 13നെ തിരിച്ചിട്ടു. 35, 36. 36നെ തിരിച്ചിട്ടു, 35നെ തിരിച്ചിട്ടു. 79, 80. 80നെ തിരിച്ചിട്ടു, 79നെ തിരിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? 58, 85, 57നെ തിരിച്ചിട്ട 75 വരണമായിരുന്നു. 72 വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ടൈംസ് ഡസ് ദ നമ്പർ 6 റിപ്പീറ്റ് ചെയ്യും? 1നും 100നും ഇടയ്ക്ക് 1, 2, 3, 4 ഏത് ചോദിച്ചാലും എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? 20 തവണ റിപ്പീറ്റ് ചെയ്യും. മുന്നേ നമ്മളോട് 3 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമായിരുന്നു. 6 എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? 20 തവണ റിപ്പീറ്റ് ചെയ്യും. കാരണം എന്താ? നമ്മൾ 6 ഉണ്ട്, 16 ഉണ്ട്, 26 ഉണ്ട്, 36 ഉണ്ട്, 46 ഉണ്ട്, 56 ഉണ്ട്, 60 ഉണ്ട്, 61 ഉണ്ട്, 62 ഉണ്ട്, 63, 64, 65, 66 2 തവണ. ഇങ്ങനെ ഇരുന്ന് എണ്ണി വന്നാലും നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല, അടുത്ത സെക്കൻഡിൽ എഴുതാമല്ലോ. നമുക്ക് അവിടെ ഇരുന്ന് എണ്ണാൻ നേരം കിട്ടിക്കൊള്ളുന്നില്ല. മാത്രമല്ല 66 2 തവണ എണ്ണണം. എന്തിനത്രയ്ക്ക് ടെൻഷൻ? 1, 2, 3 ഒക്കെ എത്ര തവണ വരും? 20 തവണ വരും കേട്ടോ. അടുത്തത് ഒരു നമ്പർ സീരീസ് എന്നുള്ള വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. 18, 49 പേരുള്ള ഒരു ക്ലാസ്സിൽ 18ാമതാണ് റാണിയെങ്കിൽ ലാസ്റ്റിൽ നിന്ന് എത്രയാണ്? ടോട്ടലും ഒരു സൈഡും തന്നാൽ മറുവശത്തു നിന്നുള്ള റാങ്ക് കാണാൻ ടോട്ടലിൽ നിന്ന് തന്നത് കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. സ്വാഭാവികമായി 31 അല്ല ഉത്തരം, 31നോട് 1 കൂട്ടി 32. അപ്പൊ ശ്രദ്ധിക്കുക, നമ്പർ സീരീസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ പഠിച്ചത് കോൺഫിഡൻസോട് കൂടി എഴുതുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ബോർഡ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. പക്ഷേ വരാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയാലും കേരള ബാങ്ക് ആയാലും നെഗറ്റീവ് മാർക്കും ഉണ്ട്. അതുപോലെ തന്നെ കേരള PSC നടത്തുന്ന എക്സാമാണ്. സ്വാഭാവികമായി നിങ്ങൾ ഏപ്രിൽ 23-ന് കുറേ അധികം പേര് എക്സാം എഴുതിയിട്ടുണ്ടാവും KRFED-ന്റെ. അതിൽ കേരള ബാങ്കിന്റെ ഒരു NCA ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതി നിങ്ങൾ കണ്ടല്ലോ. മാച്ച് ദ ഫോളോയിങ്, റോങ് സ്റ്റേറ്റ്മെന്റ് ഏത്, കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കേരള ബാങ്കിനും ഇൻസ്പെക്ടറിനും പ്രതീക്ഷിക്കേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓരോ ടോപ്പിക്കും എടുത്ത് വളരെ ആഴത്തിൽ പഠിക്കുക. പഠിക്കുന്നതൊന്നും തന്നെ എവിടെയും നഷ്ടമാവില്ല. നമുക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പ്ലസ് നമ്മൾ ഇവിടെ ബോർഡ് എക്സാമിന് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം എഴുതി ശീലിച്ചാൽ നമ്മൾ കേരള PSC നടത്തുന്ന എക്സാമുകൾ എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്കിനെ സൂക്ഷിക്കണം. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.33 വെച്ച് കയ്യിൽ നിന്ന് കിട്ടിയ മാർക്കിൽ നിന്ന് പോകും. അപ്പോൾ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. 2024 എല്ലാവർക്കും ആഗ്രഹിച്ച ഒരു ജോലിയല്ല, ഒന്നിലധികം ജോലികൾ കിട്ടട്ടെ. താങ്ക് യു.